ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി തേങ്ങ അരച്ച മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കുറച്ചധികം തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളി, ചെറിയ 2 കഷ്ണം ഇഞ്ചി, 3-4 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകും ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അയിലമീൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാട്ടോ. ഏകദേശം ഒരു 1/2 കിലോ മീനുണ്ട്. അതിലേക്ക് 2 തക്കാളിയും ഒരു 4-5 പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് വാളംപുളിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നാരങ്ങ വലിപ്പത്തിൽ കുതിർത്തെടുത്തിട്ടുള്ള വെള്ളമാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. കുടംപുളിയിൽ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കുക കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ അടുപ്പിൽ വെക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിവിടെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഒരു 20 മിനിറ്റ് സമയം കൂടി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയൊക്കെ പെട്ടെന്ന് വറ്റി പോകുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റിന് ശേഷം നമ്മുടെ കറിയൊക്കെ പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കണം കേട്ടോ, അപ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി അതിലേക്ക് ഒരു 8 ചെറിയുള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു കറി എപ്പോഴും മൺചട്ടിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണേ, അപ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഞാനിവിടെ കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും നമ്മുടെ മീൻ കറിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. അത് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ടിത് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അയിലമീൻ തേങ്ങ അരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണ്, ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്